പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ചുവടുപിഴച്ച ഭരണാധികാരി, ഈ രണ്ട് കുറ്റാരോപണങ്ങളിൽ നിന്നും മോചനമില്ലാതെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറം ബംഗാളിനെ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും മോചിപ്പിച്ച ദീർഘദർശിയായ നേതാക്കളുടെ പട്ടികയിൽ മുൻനിരയിൽ എക്കാലവും ബുദ്ധദേവ് ഉണ്ടായിരുന്നു. দেশ দুনিয়ার এই কঠিন পরিস্থিতিতে ভালো থাকা আমাদের পক্ষে সত্যি দুষ্কর. ജ്യോതി ബസുവിന്റെ ഈ അന്ത്യയാത്രയിലാണ് ബുദ്ധദേവിന്റെ സർവസ്വതന്ത്രമായ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. 3 പതിറ്റാണ്ടു നിന്ന ബസുവിന്റെ തണലിൽ നിന്ന് ബുദ്ധദേവിന്റെ നിഴലിലേക്ക് ബംഗാൾ CPIM മാറിയ നിമിഷം. എന്നും അതിവേഗക്കാരനായിരുന്നു ബുദ്ധദേവ്. ആരായിരുന്നു ബുദ്ധദേവ് എന്ന് ചോദിച്ചാൽ 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രി എന്നാണ് ആദ്യ വിശേഷണം. 29 വർഷം നിയമസഭാംഗം, 6 തവണ മന്ത്രി, 1999 മുതൽ 1 വർഷം ഉപമുഖ്യമന്ത്രി. ജനനം 1944 നവംബർ 6 കൊൽക്കത്തയിൽ. വിപ്ലവ കവി സുഗാന്ത ഭട്ടാചാര്യ വല്യച്ഛൻ. ബുദ്ധദേവിന്റെ മൂലകുടുംബം ഇന്നത്തെ ബംഗ്ലാദേശിൽ. ബംഗാളി സാഹിത്യത്തിലെ ബിരുദധാരി 1968 DYF സംസ്ഥാന സെക്രട്ടറി ആയതോടെയാണ് സംസ്ഥാന ശ്രദ്ധയിലെത്തുന്നത്. അന്നു കേരളത്തിൽ KYFന്റെ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM രാഷ്ട്രീയത്തിൽ ഇരുവരും സമകാലികരും, സമാന ചിന്താഗതിക്കാരും. ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന മുൻ മുഖ്യമന്ത്രി 5 വർഷം മുൻപ് 2015 കൊൽക്കത്തയിൽ സംസാരിക്കുന്നതാണ് ദൃശ്യം. വേദിയിൽ തൊട്ടു പിന്നിലിരിക്കുന്നത് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. പാർട്ടി സമ്മേളനത്തിനെത്തിയ ജനതയോട് തൃണമൂലിനെ തോൽപ്പിക്കൂ, ബംഗാളിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം പറയാൻ പഠിപ്പിക്കുകയാണ് ബുദ്ധദേവ്. എങ്ങനെ ബുദ്ധദേവ് വിവാദത്തിലായി? 2006 കൊൽക്കത്തയിൽ സോൾട്ട് ലേക്ക് സിറ്റിക്കായി സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തത് ആദ്യ വിവാദം. ബുദ്ധദേവിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തിയ സംഭവം. പിന്നാലെ സിംഗൂരിൽ ടാറ്റയുടെ നാനോ പ്ലാന്റിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള ചടുല നീക്കങ്ങൾ. സാധാരണക്കാരുടെ ഭാഗം പോലും കേൾക്കാതെ മുതലാളിമാർക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന വലിയ പഴിയും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേൾക്കേണ്ടി വന്ന നിമിഷം. 24 വർഷം ജയിച്ച യാദവ്പൂരിൽ സ്വന്തം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളോട് തോറ്റായിരുന്നു ബുദ്ധദേവിന്റെ പടിയിറക്കം. അതും 16,500 വോട്ടിന്. പാർട്ടിയുടെ പതനം ബുദ്ധദേവിന്റെ കാലത്തുണ്ടായെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും വ്യക്തിപരമായി ഒന്നും സമ്പാദിച്ചിരുന്നില്ല ബുദ്ധദേവ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ 13 വർഷവും ജീവിച്ചത് ചെറിയ ഫ്ളാറ്റിലാണ്. അവിടെ പുസ്തകങ്ങൾ കൂട്ടിയിട്ട മുറിയിലിരുന്ന് 13 പുസ്തകങ്ങൾ എഴുതി. കാഴ്ച കുറഞ്ഞപ്പോൾ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ചായി എഴുത്തും വായനയും. വർഗീയതയും വംശീയതയും വളർന്നു വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ തോറ്റുപോയ ആളാണ് ബുദ്ധദേവ്. അതേ തോൽവിയാണ് പിന്നെ ത്രിപുരയിലും ആവർത്തിച്ചത്. സർവപ്രതാപത്തിൽ വാണ പാർട്ടിയുടെ കഥ കഴിച്ചയാളെന്ന ദുഷ്പേര് ബുദ്ധദേവിൽ നിന്ന് മാറിയ വർഷങ്ങളിലായിരുന്നു ആ അവസാനകാല ജീവിതം. কেন্দ্রে ক্ষমতা দখল করে বসে আছে দাঙ্গাবাজ BJP. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.